ഹലോ, ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഡേ കണ്ടാലോ? ഇന്ന് ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു സ്പെഷ്യൽ ഡേ കൂടിയാണ്. ഞാൻ താഴോട്ട് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇമ്മമ്മ മോളൂടെ ഭയങ്കര സംസാരത്തിലാണ്. അവരവിടെ സംസാരിക്കട്ടെ വെച്ച് ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിട്ടു. ഇന്നും ഉമ്മാൻ്റെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് നൂലപ്പും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ഞാനും വാപ്പ എണീക്കും കരുതി വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൂടെ പറഞ്ഞില്ലേ എന്നൊരു സ്പെഷ്യൽ ഡേ കൂടിയാണെന്ന്. ഇന്നിൻ്റെ പാപ്പിൻ്റെ ഇമ്മമ്മാൻ്റെ പപ്പാൻ്റെയും ആനിവേഴ്സറി ആയിട്ടോ. അപ്പോൾ അവർക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാതെ വെച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ഞങ്ങളപ്പോൾ ഡ്രസ്സും കേക്കൊക്കെ വാങ്ങാമെന്ന് ഇങ്ങനെ പ്ലാൻ ഇട്ടു. ഡ്രസ്സ് എടുക്കാനായി പ്രീതി സിൽക്സിലാട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിനുള്ളിലേക്കൊക്കെ കയറി ഇമ്മക്ക് ആദ്യം തന്നെ മാക്സ് എടുക്കാതെ വെച്ച് മാക്സിൻ്റെ സെക്ഷനൊക്കെ അങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. പ്രീതിയിൽ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ മാക്സിൻ്റെത്. അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾ സെലക്ട് ഇമ്മാക്ക് അവിടെ നിന്ന് എടുത്തു. ഇപ്പാക്ക് അവിടെ ഞങ്ങളവിടെ ഷർട്ട് നോക്കി, പക്ഷെ അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ ഇപ്പാക്ക് ഷർട്ട് എടുക്കാൻ വേറെ ഷോപ്പിലേക്ക് പോവുകയാണ്. എനിക്ക് വേണ്ടത് ഇപ്പാക്കൊരു ഷർട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ മെൻസ് ക്ലബ്ബിലേക്ക് വിട്ടു. കുറേ ഷർട്ട് ഞങ്ങൾ അവിടെ നോക്കിട്ടോ. ലാസ്റ്റ് ഞങ്ങളൊരു ഷർട്ട് സെലക്ട് ആക്കി അത് ബില്ലും ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ രണ്ടാൾക്കുള്ള ഡ്രസ്സസും സെറ്റ്. അപ്പോഴേക്കിന് പിന്നെ എൻ്റെ പാപ്പിൻ്റെ കരച്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് വീട്ടിലെത്താലോ, ഇനി വാങ്ങാനുള്ളത് മേടിച്ച് വേഗം വീട്ടിലേക്ക് പോകാമല്ലോ എന്നുള്ളൊരു പ്ലാന് മാത്രമുള്ളായിരുന്നു മനസ്സിൽ. പിന്നെ നമ്മൾ പോയത് കേക്ക് വാങ്ങാനേ വിചാരിച്ചാട്ടോ. ആദ്യം നമ്മൾ വിചാരിച്ചു APM ബേക്സിൽ നിന്ന് വാങ്ങാമല്ലോ എന്ന്. അപ്പം അങ്ങനെ അങ്ങോട്ട് പോകുകയാണ്. ഇങ്ങനെയുള്ള ഓരോ നിമിഷങ്ങളും നമ്മളെ സംബന്ധിച്ചും നമ്മുടെ പേരൻസിനെ സംബന്ധിച്ചും അവർക്ക് നല്ലൊരു സന്തോഷമുള്ള കാര്യം തന്നെ ആകും. അങ്ങനെ ഞങ്ങൾ APM ബേക്സിലെത്തി. അവിടെ ആണെങ്കിലോ ഞങ്ങൾ വിചാരിച്ച് കേക്ക് തീർന്നു പോയിക്കണേ. പിന്നെ വേറൊരു നിവർത്തിയില്ല, നേരെ ജാംജൂമിലേക്ക് വിട്ടു. പോണ വഴിയാണെങ്കിലോ ഭയങ്കര ബ്ലോക്കും. അങ്ങനെ പിന്നെ ജാംജൂമിലേക്ക് പോകാം, അവിടെ നിന്ന് ഏതെങ്കിലും കേക്ക് എടുക്കാൻ വിചാരിച്ച് അങ്ങനെ പോവുകയാണ്. അങ്ങനെ ജാംജൂമിലേക്ക് എത്തി നമ്മൾ ഏതൊക്കെ കേക്കുള്ളത് നോക്കുകയാണ്. അവിടെ ഒരുപാട് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ജാംജൂമിൽ. അതിന് നമ്മൾ ഹാഫ് കേജിൻ്റെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എടുത്ത് കാക്കാനെ കൊണ്ട് എതിക്കുക കേട്ടോ. കാക്ക നമുക്ക് ആ കേക്ക് കളറാക്കി തന്നു. പിന്നെ അത് പേക്കാക്കാൻ കൊടുത്തു കാക്ക. അങ്ങനെ പേക്കൊക്കെ ആക്കി ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. അവിടെ അങ്ങനെ മുട്ടിത്തല്ലി നിൽക്കുമ്പോൾ എമ്മാൻ്റെ കോള് വരുന്നത്, വീട്ടിൽ കസിൻസ് വന്നിക്കണോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ പോണ വഴി കുറച്ച് പൊരിച്ചുകടി കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് അങ്ങനെ വാങ്ങി നേരെ പിന്നെ വീട്ടിലേക്ക് വിട്ടു. പിന്നെ ഈ വാപ്പിന് ഉറക്കലും കഴിഞ്ഞ് നേരെ ഫുഡും കഴിച്ചു. അപ്പം ഇത്രേ ഉള്ളൂ നമ്മളുടെ ഒരു ഡേ. നോക്കിയടാ.